ബിസ്മില്ലാ വൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. സൂറത്ത് അംബിയാ 81-ാമത്തെ വചനം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ولسليمان الريح عاصفة تجري بأمره إلى الأرض التي باركنا فيها وكنا بكل شيء عالمين. ومن الشياطين من يغوصون له ويعملون عملا دون ذلك وكنا لهم حافظين. ولسليمان الريح عاصفة تجري بأمره إلى الأرض التي باركنا فيها وكنا بكل شيء عالمين. ومن الشياطين من يغوصون له ويعملون عملا دون ذلك وكنا لهم حافظين. ولسليمان الريح عاصفة. ولسليمان, സുലൈമാൻ നബിക്ക് നാം കീഴ്പ്പെടുത്തി കൊടുത്തു അർ-റീഹ, കാറ്റിനെ, ആസിഫത്തൻ, ആ കാറ്റ് വളരെ ശക്തമായ അവസ്ഥയിലുള്ള കാറ്റാകുന്നു. ആസിഫത്ത് എന്ന് പറഞ്ഞ കൊടുങ്കാറ്റ്. ഷദീദത്തുൽ ഹുബൂബ്, നന്നായി വീശിയടിക്കുന്ന ശക്തമായി അടിക്കുന്ന കാറ്റിന് ആസിഫത്ത് എന്ന് പറയും. അപ്പോൾ ആസിഫത്തായ ശക്തമായി അടിക്കുന്ന അവസ്ഥയിലുള്ള ഒരു കാറ്റിനെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം കീഴ്പ്പെടുത്തി കൊടുത്തു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പോൾ ആസിഫത്ത് വീശിയടിക്കുന്നത്, ശക്തമായി അടിക്കുന്നത് എന്നാണ് ഇവിടെ പ്രയോഗം വന്നത്. സൂറത്ത് സ്വാദിൽ ഈ കാറ്റിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ ഫസഖർനാ ലഹു റീഹ തജ്രീ ബിഅംരിഹി റുഖാഅൻ ഹൈസു അസാബ്, സൗമ്യമുള്ള കാറ്റിനെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത്. അപ്പോൾ രണ്ടർത്ഥത്തിലാണ്. ഒന്ന് നല്ല ശക്തമാണ്, മറ്റൊന്ന് സൗമ്യമാണ്, മാർദ്ദവമുള്ളതാണ്, റുഹാ ആണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് വിശേഷണവും ആ കാറ്റിനുള്ളതാണ്. സുലൈമാൻ നബിയുടെ കാറ്റിൻ്റെ രണ്ട് വിശേഷണങ്ങൾ തന്നെയാണ്. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു ആ കാറ്റിൻ്റെ പ്രത്യേകത അന്നഹ ആസിഫത്തുൻ ഫി ബഅദിൽ ഔഖാത്ത്, ചില സമയങ്ങളിൽ അത് ശക്തമായി വീശുന്നതായിരിക്കും. വലയ്യിനത്തുൻ റുഹാഉൻ ഫി ബഅദിഹാ, എന്ന ചില സമയത്ത് അത് മാർദ്ദവമുള്ളതും ആയിരിക്കും. ബിഹസബിൽ ഹാജ, സുലൈമാൻ നബിക്ക് എന്താണോ ആവശ്യമുള്ളത് ആ ആവശ്യത്തിനനുസരിച്ച് ആ കാറ്റ് മാറുമെന്നാണ്. ഇതിൻ്റെ രണ്ടവസ്ഥയും അത് സ്വീകരിക്കുമെന്നർത്ഥം. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അത് ആഞ്ഞടിക്കും, വീശും എന്നാണ് അവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയുന്നത്. തജ്രീ ബി അംരിഹി, രണ്ടാമത്തതിൻ്റെ ഒരു അവസ്ഥ തെജ്രീ ബി അംരിഹി,
സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൽപ്പന പ്രകാരം സഞ്ചരിക്കുന്നതായ കാറ്റാകുന്നു അത് എന്നാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൽപ്പിച്ചാൽ ആ കാറ്റ് എങ്ങോട്ടാണോ ഏത് നിലക്കാണോ പോകേണ്ടത് ആ നിലക്ക് ആ കാറ്റ് പോകുമായിരുന്നു. ഇവിടെ പറഞ്ഞത് ഇലൽ അർദില്ലതി ബാറക്നാ ഫീഹാ, ഇലൽ അർദില്ലതി ബാറക്നാ ഫീഹാ, നാം അഭിവൃദ്ധി നൽകിയിട്ടുള്ള ഭൂമിയിലേക്ക്. ഇലൽ അർദില്ലതി ബാറക്നാ ഫീഹാ എന്നാണ് ബർക്കത്ത് നൽകപ്പെട്ട നാട്. അപ്പോൾ ആ നാട് ഏതാണ്? പണ്ഡിതന്മാർ പറഞ്ഞാൽ ഷാമാണ്. ഫലസ്തീനും ബൈത്തുൽ മഖ്ദിസൊക്കെ അടങ്ങുന്ന ആ ഒരു ഷാമിൻ്റെ ഭാഗമാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അതിന് വിശദീകരണം നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ ആ കാറ്റിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഒന്ന് ആസിഫത്താണ്, ശക്തമായി വീശുന്നതാണ്. രണ്ടാമത്തെ പറഞ്ഞു തജ്രീബി അംരിഹി, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൽപ്പന പ്രകാരം സഞ്ചരിക്കുന്നതായ കാറ്റാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ കാറ്റ് എങ്ങനെയാണ് സഞ്ചരിക്കാറുള്ളത്, എന്താണ് ഇതിൻ്റെ ആ രൂപം, എങ്ങനെയാണ് ആ കൊണ്ടുപോകല് എന്നതിനെക്കുറിച്ചൊന്നും വിശദീകരണങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചത് കാണാം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒരു ബിസാത്തുണ്ടായിരുന്നു. ബിസാത്തും മിൻ ഖശബിൻ, ഒരു മരത്തിൻ്റെ ഒരു പരവതാനി, മരത്തിൻ്റെ ഒരു പലക, വളരെ വിശാലമായ ഒരു പലകയുണ്ടായിരുന്നു. ആ പലകയിൽ യൂദഉ അലൈഹി കുല്ലു മാ യഹ്താജു ഇലൈഹി മിൻ ഉമൂരിൽ മംലകതി വൽ ഖൈലി വൽ ജിമാലി വൽ ഖിയാമി വൽ ജുന്ദ്, അദ്ദേഹത്തിൻ്റെ സൈന്യത്തെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടെൻറ്റുകൾ, അതുപോലെ കുതിരകൾ, എല്ലാ സാധനങ്ങളും അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതിലേക്ക് ഏറ്റിയതിന് ശേഷം, അതിൽ കയറിയതിന് ശേഷം സുമ്മ യഅ്മുറു റീഹ അൻ തഹ്മിലഹു ഫതദ്ഖുല തഹ്തഹു, ആ കാറ്റിനോട് കൽപ്പിക്കും ഈ മരത്തിൻ്റെ അടിയിലൂടെ വരണം, എന്നിട്ട് അതിനെ പൊക്കണമെന്ന് പറയും. എന്നിട്ട് സുമ്മ തഹ്മിലഹു ഫതർഫഅഹു വതസീറ ബിഹി, എന്നിട്ട് അതിനെ ഉയർത്തിക്കൊണ്ട് സഞ്ചരിക്കണമെന്ന് അതിനോട് കൽപ്പിക്കും. വതുദില്ലുഹു തയ്റു മിനൽ ഹർ, അവർക്ക് ചൂടിൽ നിന്ന് തണുപ്പേകാൻ വേണ്ടി പക്ഷികൾ അവർക്ക് തണുപ്പേകും, അവർക്ക് തണലേകും. അപ്പോൾ അവരുടെ മുകളിലായി പക്ഷികൾ ഇങ്ങനെ പറന്ന് കൂട്ടമായി പറന്ന് അവർക്ക് തണുപ്പേകും. ഇലാ ഹൈസു യശാഉ മിനൽ അർദി, അദ്ദേഹം എങ്ങോട്ടാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് ആ കാറ്റ് അതിനെയും കൊണ്ട് സഞ്ചരിക്കും. ഫയൻസിലു വതൂദഉ ആലാതുഹു വഖുശുബുഹു, എവിടെയാണോ ഇറങ്ങേണ്ടത് ആ സ്ഥലമെത്തുമ്പോൾ ആ കാറ്റ് വളരെ മാർദ്ദവമായി, മൃദുവായി, സൗമ്യമായി അതങ്ങനെ ഇറങ്ങി അവർക്കൊരു പ്രയാസവുമില്ലാതെ അവിടെ ലാൻഡ് ചെയ്യാൻ സാധിക്കും. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിലേക്ക് അങ്ങനെ പറഞ്ഞത് കാണാം. ഈ നിലക്കാണ് അതിൻ്റെ ഒരു രൂപമുണ്ടായിരുന്നത് എന്ന് പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു ആ ഹഷബ്, ആ ഒരു പലകക്കണ്ടം ഉയർത്താൻ വേണ്ടി കാറ്റ് ശക്തമായി വീശും. ഉയർത്തിക്കഴിഞ്ഞത് അന്തരീക്ഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് സൗമ്യമായി വീശുകയും എങ്ങോട്ടാണോ പോകേണ്ടത് ആ പോകേണ്ട ഭാഗത്തേക്ക് അത് സൗമ്യമാവരെ കൊണ്ടുപോവുകയും ചെയ്യും. ആ മൃദുവായ രീതി അത് സ്വീകരിക്കും എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. ആ കാറ്റിൻ്റെ വേഗതയോ, അതിൻ്റെ വേഗത ഒരു മാസക്കാലമാണ്. അല്ലാഹു സുബ്ഹാനഹു സൂറത്ത് സബയിൽ 12-ാമത്തെ വചനത്തിൽ പറഞ്ഞു വലി സുലൈമാൻ റിഹ, സുലൈമാൻ നബിക്ക് നാം കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. ഖുദുവുഹ ഷഹറുൻ, അതിൻ്റെ രാവിലത്തെ പോക്ക് ഒരു മാസക്കാലത്തെ വൈദൂരമാകുന്നു. വറവാഹുഹ ഷഹറുൻ, അതിൻ്റെ വൈകുന്നേരത്തെ വരവും ഒരു മാസക്കാലത്തെ ദൂരമാകുന്നു എന്നാണ്. അപ്പോൾ രാവിലെ പോയാൽ ഉച്ചയാകുമ്പോഴേക്ക് ഒരു മാസം വരെ സഞ്ചരിക്കാൻ അതിന് സാധിക്കുമെന്നാണ്. അന്ന് ഒരു മാസക്കാലത്തേക്കുള്ള യാത്ര അവരുടെ ഏറ്റവും നല്ല വണ്ടി ഉപയോഗിച്ച് പോയാൽ എത്ര പോകാൻ കഴിയുമോ അത്ര ആ ഒരു കാറ്റിന് രാവിലെ മുതൽ ഉച്ചവരെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ്. അതുപോലെ തന്നെ അവിടുന്ന് തിരിച്ചിങ്ങോട്ടും അവർ കൊണ്ടുവരാൻ കഴിയും. വൈകുന്നേരമാകുമ്പോഴേക്ക് അദ്ദേഹം തൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന രൂപത്തിൽ ആ കാറ്റിന് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് അതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ ഇത്രയും ശക്തമായി വീശുന്ന വളരെ ഉപകാരമുള്ള ഒരു കാറ്റിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തത് എന്നാണ് പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. അവിടെ അബൂ ഹയ്യാൻ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞ ഒരു വാചകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ പ്രചരിക്കുന്നുണ്ട്, തഫ്സീറുകളിലും കാണാം. അതുപോലെ തന്നെ വേറെയും ഒരുപാട് കഥകൾ അദ്ദേഹത്തിൻ്റെ വാഹനവുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ കാറ്റുമായി ബന്ധപ്പെട്ട് ഒക്കെ ഇഷ്ടംപോലെ കഥകൾ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് കേൾക്കാനും കാണാനും ഒക്കെ വായിക്കാനും ഒക്കെ സാധിക്കും. പക്ഷെ അതിലൊന്നും അർത്ഥമില്ല. വഖദ് അക്സറൽ അഖ്ബാരിയൂന ഫീ മുൽക്കി സുലൈമാന വലാ യംബഗി അൻ യുഅ്തമദ ഇല്ലാ അലാ മാ ഖസ്സഹുല്ലാഹു ഫീ കിതാബിഹി. ഒരുപാട് കഥകൾ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും നമുക്ക് സ്വീകരിക്കാവതല്ല. ഇല്ലാ മാ ഖസ്സഹുല്ലാഹു ഫീ കിതാബിഹി,
അള്ളാഹു സുബ്ഹാനഹു വ തആല കിതാബിൽ പറഞ്ഞിട്ടുള്ള കഥയല്ലാതെ വഫി ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്ന കഥയല്ലാതെ നമുക്ക് സ്വീകരിക്കാവതല്ല എന്ന് അദ്ദേഹം പറയുന്നത് വളരെ പ്രസക്തമാണ്. നമുക്കും അതാണ് സ്വീകരിക്കാനുള്ളത്. ബാക്കി കാര്യങ്ങളൊന്നും ആ നിലക്ക് സ്വീകരിക്കേണ്ട ഒന്നല്ല എന്ന് നമ്മളും മനസ്സിലാക്കുക. അവസാനത്തിൽ അള്ളാഹു പറഞ്ഞു കുന്നാ ബികുല്ലി ഷൈഇൻ ആലിമീൻ, എല്ലാ കാര്യങ്ങളും നാം അറിയുന്നവരാകുന്നു. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതൊക്കെ അറിഞ്ഞ് നടപ്പിലാക്കുന്നവൻ. എത്ര വലിയ അത്ഭുതങ്ങൾ ആര് കാണിച്ചാലും അതിൻ്റെയൊക്കെ പിന്നിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ അവിടെ ഏറെ പ്രസക്തമാണ്. കാരണം ഇത്രയും ആശ്ചര്യകരമായ, അന്ന് ആർക്കും പരിചയമില്ലാത്ത ഒരുപാട് നിഅമത്തുകൾ നൽകപ്പെട്ട ആ പ്രവാചകൻ അത് കാണിക്കുമ്പോൾ ആളുകൾക്ക് ആശ്ചര്യപ്പെട്ടു. ആളുകൾക്കൊക്കെ ആ നിലക്കുള്ള ഇതുണ്ടാവും, ചിന്തയുണ്ടാകും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി ഇത് പിന്നീട് വായിക്കുന്ന ആളുകൾക്ക് പോലും ആ ഒരു ആശ്ചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. അബു ഹയ്യാൻ പറയുന്നത് കാണാം, അൻ അഖ്ബറ തആല അന്ന ഇൽമഹു മുഹീതുൻ ബിൽ അഷ്യാ, ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവുള്ളവനാണ്. അവന്റെ അറിവോട് കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. ഈ കാറ്റിന്റെ സഞ്ചാരവും അദ്ദേഹത്തിന് കിട്ടിയ നിഅമത്തുകളും മുൽക്കുകളും എല്ലാ അനുഗ്രഹങ്ങളും അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവോട് കൂടെയാണ്. യുജ്രീഹ അലാ മാ സബഖ ബിഹി ഇൽമുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ അല്ലാഹുവിന് അറിവുള്ള, അല്ലാഹു രേഖപ്പെടുത്തിയ ആ കാര്യമനുസരിച്ചാണ് ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കുന്നത് എന്നാണ്. അപ്പൊ ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിവുള്ളതും അള്ളാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കുന്നതുമായ കാര്യങ്ങളാകുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്ന കാണാൻ കഴിയും. വനഹ്നു ആലിമൂന ബികുല്ലി ഷൈഇൻ ലാ യഖ്ഫാ അലൈനാ മിൻഹു ഷൈഉൻ എന്ന് ഇമാം തുബരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചു പറഞ്ഞതുപോലെ, നഹ്നു ആലിമൂന ബികുല്ലി ഷൈ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നാം അറിവുള്ളവരാകുന്നു. ലാ യഖ്ഫാ അലൈനാ മിൻഹു ഷൈഉൻ, എന്നിൽ നിന്ന് ഒന്നും ഗോപ്യമല്ല. ഈ ലോകത്ത് എന്ത് നടന്നാലും, ആ സുലൈമാൻ നബിക്ക് എന്ത് കൊടുത്താലും അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവോട് കൂടെയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അവസാനം കൊടുത്ത ആ വാചകം വളരെ പ്രസക്തമാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു നിഅമത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത മറ്റൊരു നിഅമത്ത്, വമിനശ് ശയാത്തീനി മൻ യഗൂസൂന ലഹു, ശൈത്താൻമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. വമിനശ് ശയാത്തീനി, ശൈത്താൻമാരിൽ നിന്നും അദ്ദേഹത്തിന് ചിലരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി കൊടുത്തു. അവിടെ പ്രത്യേകത മൻ യഗൂസൂന ലഹു, അവരിൽ ചില ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി മുങ്ങിത്തപ്പുന്നവരാകുന്നു എന്നാണ്. യഗൂസൂന ലഹു എന്നാണ് പ്രയോഗം. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് കടലിൽ മുങ്ങി അദ്ദേഹത്തിന് വേണ്ട മുത്തുകളും പവിയങ്ങളും വളരെ വിലമതിക്കുന്ന സാധനങ്ങളുമൊക്കെ കൊടുക്കുന്ന ആളുകൾ, മുങ്ങിത്തപ്പി എടുക്കുന്ന ആളുകൾ, അങ്ങനത്തെ പിശാചിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. വയഅമലൂന അമലൻ ദൂന ദാലിക, അത് മാത്രമല്ല വേറെയും പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, അത് മാത്രമല്ല എന്ന് പറഞ്ഞാൽ ആ മുങ്ങിത്തപ്പൽ മാത്രമല്ല വേറെയും പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുന്ന, പണികളെടുക്കുന്ന ശൈത്താന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വലിയ അനുഗ്രഹങ്ങൾ നൽകി, ഒരാൾക്കും നൽകാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. അതിൽപ്പെട്ട ചില അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നു എന്ന് മാത്രം. അപ്പം എന്താണ് ഈ പ്രവർത്തനങ്ങൾ? പല പ്രവർത്തനങ്ങളെ കുറിച്ചും പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യഅമലൂന ലഹു മാ യശാഉ മിൻ മഹാരിബ വതമാസില വജിഫാനിൻ കൽ ജവാബ് വഖുദൂരിർ റാസിയാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്ത ഈ പിശാചുക്കൾ അദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. മിൻ മഹാരിബ, വലിയ വലിയ മന്ദിരങ്ങൾ, മണ്ഡപങ്ങൾ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അതുപോലെ തന്നെ വതമാസീല, ഒരുപാട് വലിയ പ്രതിമകൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു. വജിഫാനിൻ കൽ ജവാബ്, ജലാശയം കണക്കെയുള്ള വലിയ തൊട്ടിപ്പാത്രങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. വഖുദൂരിർ റാസിയാത്ത്, ഉറച്ചു നിൽക്കുന്ന, നിശ്ചലമായി നിൽക്കുന്ന വലിയ കുടങ്ങൾ, പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്നാണ്. അപ്പം അന്ന് അവർക്ക് അദ്ദേഹത്തിന് വേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഇത്തരം പിശാചുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയിരുന്നു. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന വേറെയും വചനങ്ങൾ കാണാം. വശയാത്തീന കുല്ല ബന്നാഇൻ വഗവ്വാസ്, സൂറത്ത് സ്വാദിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശൈത്താന്മാരെ കീഴ്പ്പെടുത്തി കൊടുത്തു. കുല്ല ബന്നാഇൻ വഗവ്വാസ്, നിർമ്മിക്കുന്നവരെയും അതുപോലെ തന്നെ മുങ്ങുന്നവരെയും എന്നാണ് അവിടെ പ്രയോഗം കാണുന്നത്. അതുപോലെ തന്നെ വമിനൽ ജിന്നി മൻ യഅമലു ബൈന യദൈഹി ബിഇദ്നി റബ്ബിഹി, അള്ളാഹിന്റെ അനുമതി പ്രകാരം അദ്ദേഹത്തിന് വേണ്ടി പണിയെടുക്കുന്ന ജിന്നുകളുണ്ട് എന്ന് സൂറത്ത് സബയിലെ 12 അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്.
സൂറത്ത് സബയിലെ 13 നമ്മൾ പറഞ്ഞു വെച്ച ആയത്ത് യഅമലൂന ലഹു മാ യശാഉ മിൻ മഹാരിബ വതമാസില വജിഫാനിൻ കൽ ജവാബ് ഖുദൂരി റാസിയാത്ത്, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ശൈത്താന്മാർ എങ്ങാനും അവർ എതിർ പ്രവർത്തിച്ചാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നന്നായി ശിക്ഷിക്കും. വമൻ യസിഖ് മിൻഹും അൻ അംറിനാ നുദിഖുഹു മിൻ അദാബിസ് സഈദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ജ്വലിക്കുന്ന തീയിൽ അവർക്ക് ശിക്ഷ കൊടുക്കുമെന്നാണ്, അവരെ ആസ്വദിപ്പിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സബയിലെ 12 ഓർമ്മപ്പെടുത്തിയത്. ഇവിടെ പറഞ്ഞത് വകുന്നാ ലഹും ഹാഫിദീൻ, നാം അവരെ കാത്തു സൂക്ഷിച്ചു വരുന്നവരായിരുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബിക്ക് അദ്ദേഹത്തിന്റെ കൽപ്പനയ്ക്ക് എതിർ പ്രവർത്തിക്കുന്നതിന് തടഞ്ഞ് അവരെ കാത്തു സൂക്ഷിച്ച് സംരക്ഷിച്ച് കൊണ്ടുപോകുന്നവൻ നാമായിരുന്നു, അല്ലാഹു ആയിരുന്നു എന്നാണ് അവിടെ പ്രയോഗമുള്ളത്. വആഖരീന മുഖറരീന ഫിൽ അസ്ഫാദ് എന്ന് സൂറത്ത് സ്വാദിൽ 38-ാമത്തെ വചനത്തിൽ കാണാം. അവരുടെ കൂട്ടത്തിൽ ചിലരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്കലയിൽ ബന്ധിച്ചവരായിരുന്നു എന്ന് സൂറത്ത് സ്വാദിൽ പ്രയോഗിച്ച പ്രയോഗം കാണാം. അപ്പൊ ഇങ്ങനെ ഒരു ബന്ധനത്തിലായിക്കൊണ്ട് കീഴ്പ്പെടുത്തി കൊടുത്തവരുണ്ട്. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിട്ടുണ്ട്. സുലൈമാൻ നബിയുടെ കൽപ്പന എന്തുണ്ടോ അതിനെ അനുസരിച്ചു കൊണ്ട് പോവുക എന്നതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമെന്ന് പറയും. അതിനെങ്ങാനും വിഘാതം വന്നാൽ, അതെങ്ങാനും തെറ്റിച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടിക്കുകയും അവർക്ക് ശിക്ഷ ഒരുക്കി കൊടുക്കുകയും ചെയ്യും എന്നതാണ് ഇവിടേക്ക് പറയുന്നത്. അപ്പോൾ അത്രയും വലിയ നിഅമത്ത്, അത്രയും വലിയ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബിക്ക് നൽകിയിരുന്നു എന്നാണ് ഈ ആയത്തുകളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ തന്നെ അദ്ദേഹം അള്ളാഹുവിന് ശുക്റുള്ളവരായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളൊക്കെ അങ്ങനെയാണ് ആവേണ്ടത് എന്ന ഒരു പാഠം നമുക്കൊക്കെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ, മറ്റാർക്കും കൊടുക്കാത്ത പല നിഅമത്തുകളും നമുക്ക് നൽകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ ശുക്റുള്ളവരായി മാറണം എന്ന് ഈ ചരിത്രം വായിക്കുന്നവർക്ക് മനസ്സിലാക്കാനുണ്ട്. വേറെയും ആയത്തുകളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഈ ആയത്തിൽ പരിമിതപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന പാകപ്പിഴകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. വഹദാ വല്ലാഹു അലം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. ആയത്ത് ഒന്നുകൂടെ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ولسليمان الريح عاصفة تجري بأمره إلى الأرض التي باركنا فيها وكنا بكل شيء عالمين. ومن الشياطين من يغوصون له ويعملون عملا دون ذلك وكنا لهم حافظين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.